രാജാവിനേക്കാൾ വലിയ അംഗരക്ഷകരുള്ള നാടാണ് ഇപ്പോൾ കേരളം. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഫ്യൂഡൽ ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനം നടുക്കളത്തിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ മുഖ്യന്റെ മൗനാനുവാദത്തോടുകൂടി തന്റെ അംഗരക്ഷകർ ജനത്തെ തല്ലിച്ചതയ്ക്കുകയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം തോക്കും പിടിച്ച് സഞ്ചരിക്കേണ്ട ഗൺമാൻ റോഡിലിറങ്ങി പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കുമ്പോൾ ജനങ്ങൾക്ക് ചോദിക്കാൻ ഒന്നു മാത്രമാണുള്ളത്. ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായിയുടെ അറിവോടെയല്ലേ അരങ്ങേറുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ ഇതല്ല, ഇതിനപ്പുറവും നടക്കും. സംസ്ഥാനത്തിന്റെ ഭരണാധിപൻ മാത്രമല്ല, ക്രമസമാധാന പാലനം നിർവഹിക്കേണ്ട പോലീസിന്റെ മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരസ്യ പിന്തുണ കൂടി ഈ തല്ലിച്ചതയ്ക്കലിനുണ്ടാവുമ്പോൾ ജീവൻ ഭീതിയോടെയാണ് ജനാധിപത്യ ഭരണത്തെ നോക്കിക്കാണുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം സദാസമയവും ഉണ്ടാവുകയെന്നതാണ് ഗവൺമെന്റ് ചുമതലയെന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി കഴിഞ്ഞ് എസ്കോർട്ട് വാഹനത്തിൽ നിന്ന് റോഡിലിറങ്ങി പരാക്രമം കാണിക്കുന്നത് എല്ലാ ചട്ടവും ലംഘിച്ചാണ്. കണ്ണൂരിലും ആലപ്പുഴയിലും വാഹനത്തിൽ നിന്നിറങ്ങി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലാൻ മുന്നിൽ നിന്ന ഗൺമാൻ ഇടുക്കിയിൽ പത്ര ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് പിടിക്കുകയും ചെയ്തു. നവകേരള സദസ് എന്ന ധൂർത്തിനെ പ്രതിഷേധിക്കുന്ന ജനത്തെ അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതിന് മൗനാനുവാദം നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള ബസിന്റെ യാത്രക്കിടെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നടത്തിയ ചട്ടലംഘനങ്ങൾ കുറച്ചൊന്നുമല്ല. പോലീസുകാർ സാധാരണ ഉപയോഗിക്കുന്ന ലാത്തിയേക്കാൾ നീളമുള്ളതും കാലിലിരുന്ന് തന്നെ വീശിയടിക്കാൻ കഴിയുന്നതുമായ ഒടിയാത്ത ദണ്ഡാണ് ഗൺമാൻ ഉപയോഗിച്ചത്. പോലീസ് മാനുവലിന് വിരുദ്ധമായ ആയുധങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൊണ്ടുനടക്കിയെന്ന ഗുരുതരമായ ചട്ടലംഘനവും അവിടെ സംഭവിച്ചു. കണ്ണൂർ പഴയങ്ങാടിയിൽ തനിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച DYFI അംഗങ്ങളെ പ്രശംസിച്ചും ന്യായീകരിച്ചും നവകേരള സദസ്സിന്റെ തുടക്കത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചതിന്റെ തുടർച്ചയെന്നായി വേണം ഈ ക്രൂരതകളെയും വിലയിരുത്താൻ. മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും മർദ്ദിക്കാൻ ഒപ്പമുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലും പിന്നിലും സഞ്ചരിക്കുകയും അദ്ദേഹം പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ ചുറ്റും സുരക്ഷാ വലയം ഒരുക്കുകയുമാണ് അകമ്പടി പോലീസിന്റെ ചുമതല. ഇതൊക്കെ ലംഘിച്ചാണ് അകമ്പടി പോലീസുകാർ പ്രതിഷേധക്കാർക്കെതിരെ തിരിഞ്ഞ് പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കുന്നത്. അധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ പാർട്ടിയുടെ മുഷ്ടിക്കരുത്തിനെ മുഖ്യമന്ത്രി അന്ന് ന്യായീകരിച്ചത് കേരളത്തിന്റെ മുഖത്തടിക്കുന്നതിന് തുല്യമായിരുന്നു. ജീവൻ രക്ഷാ പ്രവർത്തനമാണ് DYFIക്കാർ നടത്തുന്നതെന്ന് മാത്രമല്ല, മാതൃകാപരമായ രീതികൾ തുടർന്നു പോകണമെന്നുകൂടി അദ്ദേഹം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ സ്വന്തം അണികളുടെ കയ്യൂക്കിന് കുട പിടിച്ചു കൊടുക്കുകയായിരുന്നു. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസുകാരെ DYFIക്കാർ പിടിച്ചുവെച്ച് തല്ലുമ്പോൾ അവിടെയും വടിയുമായി ഗൺമാൻ ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ അന്ന് DYFIക്ക് മുഖ്യമന്ത്രി നൽകിയ ആഹ്വാനം സത്യത്തിൽ സംസ്ഥാനത്തിനുടനീളമുള്ള ആക്രമണങ്ങൾക്ക് പ്രേരണയാവുകയായിരുന്നു. അംഗരക്ഷകരുടെ ചെയ്തികളെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നതും മലയാളികൾ കേട്ടു. ആലപ്പുഴയിലും ഇടുക്കിയിലും ഗൺമാൻ നടത്തിയ ആക്രമണങ്ങളെ ഏകാധിപത്യ ശൈലിയിൽ ന്യായീകരിക്കുകയായിരുന്നു അന്ന് ആ ഭരണാധിപൻ. അടി കൊടുക്കാനാണ് പോലീസ് എന്ന ജനക്ഷേമ നിർവചനം മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന ഇടതുപക്ഷത്തിന്റെ ആഹ്വാനത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. ജനങ്ങൾക്കൊപ്പം എന്ന സദാ മേനി നടത്തുന്ന ഒരു സർക്കാർ അതേ ജനങ്ങൾക്ക് ക്രൂരമർദ്ദനം വിധിക്കുമ്പോൾ അത് ജനാധിപത്യമല്ല, ഏകാധിപത്യമാണ്. പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും കരിങ്കൊടി ഉയർത്തിക്കാട്ടാനും ഒക്കെ ജനാധിപത്യപരമായ അവകാശമുള്ള നാടാണിത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധിക്കുകയും കരിങ്കൊടി കാട്ടി വാഹനം തടയുകയും ചെയ്യുന്ന SFIക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അതേ മുഖ്യൻ തന്നെയാണ് തനിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളെ തല്ലിയൊതുക്കാൻ കൂട്ടുനിൽക്കുന്നത്. ഭരണാധികാരികളുടെ സുരക്ഷ അതിപ്രധാനം തന്നെ. അതിന് പോലീസിനെ നിയോഗിക്കുന്നതിലും തെറ്റില്ല. പക്ഷേ അതിന്റെ പേരിൽ ജനങ്ങളെ തല്ലിച്ചതയ്ക്കാൻ ഗൺമാൻ അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ കയറൂരി വിടുന്നത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം.